ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ ദൈവമക്കളുടെ മുമ്പാകെ ഇടയനായിരിക്കാൻ തക്കണോണ്ട് ഇടയൊക്കെ കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രികാലം നമ്മൾക്ക് ഒരുമിച്ച് കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കാൻ കർത്താവിടെ വരുത്തി കൃപയ്ക്കായി സ്തോത്രം. ദിനത്തിലേക്ക് കടക്കാൻ കർത്താവ് എന്നെ ഏൽപ്പിച്ച വചനം മർക്കോസ് എഴുതിയ സുവിശേഷം അതിന്റെ 15-ാം അധ്യായം അതിന്റെ 40-ാം വാക്യം. മർക്കോസ് എഴുതിയ സുവിശേഷം 15:40 ഞാൻ വായിക്കാം. സ്ത്രീകളും ദൂരത്ത് നിന്ന് നോക്കിക്കൊണ്ടിരുന്നു. അവരിൽ മഗ്ദലക്കാരത്തി മറിയയും ചെറിയ യാക്കോബിന്റെയും യോസയുടെയും അമ്മ മറിയയും ശലോമയും ഉണ്ടായിരുന്നു. ഈ ഭാഗം നമ്മൾക്കറിയാം. കർത്താവിന്റെ ക്രൂശീകരണ സമയത്ത് യേശു പ്രാണനെ വിട്ടതിന് ശേഷം ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ചിലരെ കുറിച്ച് എടുത്തു പറയുകയാണ്. പലരും അവിടെ ഉണ്ടായിരുന്നെങ്കിലും ആ സമയത്തൊന്നും ശിഷ്യന്മാരൊന്നും ആരും അധികം അടുത്തില്ലായിരുന്നു. ആ സമയത്ത് കാണുന്നത് പലരും യേശുവിന്റെ മരണം അവിടെ വെച്ച് പല പടയാളികളും പലരും തിരിച്ചറിയുന്നു ഇവൻ ദൈവപുത്രനാണെന്ന്. ആ സമയത്ത് 40-ാം വാക്യത്തിൽ പറയുന്ന സ്ത്രീകളും ദൂരത്ത് നിന്ന് നോക്കിക്കൊണ്ടിരുന്നല്ലേ. അതിനകത്ത് സ്ത്രീകളെ കുറിച്ച് എടുത്തു പറയുന്നുണ്ട്. അന്നേരം അവിടെ വന്ന് ആ ഗോൽഗോത്ത മലയിൽ ആ സമയത്ത് എത്തിച്ചേരണമെങ്കിൽ കർത്താവിനെ ക്രൂശീകരണത്തിനായിട്ട് അല്ലെങ്കിൽ കർത്താവിനെ പിടിച്ചുകൊണ്ടുപോയ ആ സമയം മുതൽ യേശു കർത്താവിനെ ഫോളോ ചെയ്തു പോയ സഹോദരിമാരല്ലേ. കാരണം ഓരോ നിമിഷത്തിലും കർത്താവ് നടന്നുപോയ പാതകളിലും അങ്ങ് ഗോൽഗോത്തായി വരെ ചെന്ന് കർത്താവ് പ്രാണനെ വിടുന്നിടം വരെയും ആ ക്രൂശിന്റെ ചുവട്ടിൽ നിന്ന സഹോദരിമാരവരല്ലേ. അവരുടെ ഭാരം അല്ലെ, അവര് തുടക്കം മുതൽ തന്നെ അവരുടെ പ്രാണനാഥനായ യേശുവിനെ പടയാളികൾ പിടിച്ചുകൊണ്ടുപോയി കൊല്ലുവാൻ പിടിച്ചുകൊണ്ടുപോയി അറിഞ്ഞ സമയം മുതൽ വേദനയോടെ ഭാരത്തോടെ കൂടെ നടന്ന കുറച്ച് സ്ത്രീകളെ കുറിച്ച് അവിടെ കാണുന്നത്. അതിനകത്ത് അങ്ങനെ വായിച്ചിട്ട് 41-ാം വാക്യത്തിൽ പറയുന്നു, അവൻ ഗലീലയിലിരിക്കുമ്പോൾ അവർ അവനെ അനുഗമിച്ചും ശുശ്രൂഷിച്ചും പോന്നു. അപ്പം ഇന്നും ഇന്നലെയും തുടങ്ങിയ കൂടെ പോകുന്നൊരു സ്ത്രീകളല്ല. അവര് ഗലീലയില് കർത്താവ് ശുശ്രൂഷിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് യേശുവിനോട് കൂടെ സഞ്ചരിച്ചവരാ. നിങ്ങൾ നോക്കണം, ഒരു സ്ത്രീകളാണ്. അവർക്ക് വീട്ടിൽ ഉത്തരവാദിത്തങ്ങളുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, പലതും കാണും. നമുക്കറിയത്തില്ല അതിന്റെ ബാക്ക്ഗ്രൗണ്ട്. അവർക്ക് ഉത്തരവാദിത്തങ്ങൾ ഏറെ കാണും. പക്ഷെ എങ്കിൽ പോലും കർത്താവ് ഗലീലയിൽ നിന്ന് സഞ്ചരിച്ചു വന്നപ്പോൾ മുതൽ കർത്താവിന്റെ ശുശ്രൂഷയിൽ ഒരു ഭാഗവാക്കായിരുന്നു ഈ സ്ത്രീകൾ അല്ലെ. ശിഷ്യന്മാര് കൂടാതെ തന്നെ സ്ത്രീകളും കൂടെ ഉണ്ടായിരുന്നു. അതോടൊപ്പം അവനോടുകൂടെ യെരുശലേമിലേക്ക് വന്ന മറ്റു സ്ത്രീകളും ഉണ്ടായിരുന്നു അല്ലെ. ഈ പേര് പറയാത്ത കുറെ സ്ത്രീകളും കൂടെ ഉണ്ടായിരുന്നു. അപ്പം കുറെ പുരുഷന്മാര് മാത്രമല്ല, യേശുവിന്റെ 12 ശിഷ്യന്മാരും മറ്റു പുരുഷന്മാരും മാത്രമല്ല, കുറെ സ്ത്രീകളും യേശുവിനെ അനുഗമിച്ചു വന്നിരുന്നു. അപ്പം പല ബാധ്യതകളും പല ഉപാധികളും പല തിരക്കുകളും ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റിവെച്ച് യേശുവിൽ നിന്ന് കേൾക്കുന്ന വചനങ്ങളും യേശു ചെയ്ത അത്ഭുതങ്ങളും കാണുവാനും അവന്റെ ശുശ്രൂഷയിൽ ഒരു ഭാഗവാക്കാകുവാൻ ഗലീല മുതൽ അനുഗമിച്ചു വന്ന കുറെ സ്ത്രീകള് യേശുവിനോട് കൂടെ ഉണ്ടായിരുന്നല്ലേ. കർത്താവിന്റെ ശുശ്രൂഷയിൽ ഭാഗവാക്കാകുവാൻ നമ്മളെയും കർത്താവ് വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇന്നും ഇന്നലെയും തുടങ്ങിയ ഒരു ശുശ്രൂഷയല്ല. യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്ന് ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ മുതൽ കൂടിയതാണ് ഒരുപറ്റം സ്ത്രീകൾ അല്ലെ. അതോടൊപ്പം തന്നെ നമ്മളും ഇവിടെ ആയിരിക്കുമ്പോൾ ദൈവസന്നിധിയിൽ കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നമ്മളെ കർത്താവ് വേർതിരിച്ചിട്ടുണ്ടെങ്കിൽ, കർത്താവിന്റെ പാദപീഠത്തെ നമ്മൾ ആയിരിക്കുന്നുണ്ടെങ്കിൽ നമ്മളൊരു കോളിങ്ങോടെ വന്നവരല്ലേ. ഇന്നും ഇന്നലെയും വെറുതെ വന്ന് കയറിയവരല്ല. കർത്താവ് നമുക്കൊരു കോളിംഗ് തന്നിട്ടുണ്ടായിരുന്നു അല്ലെ. നമ്മുടെ മേലുണ്ടായിരുന്ന കോളിങ് അത് ചെറുതല്ല. അതുകൊണ്ട് തന്നെ യേശുവിനെ അനുഗമിക്കാൻ നമുക്കും തോന്നിയതല്ലേ. അതിനോടൊപ്പം തന്നെ അവര് ആ സമയത്ത് യേശുവിന്റെ ശരീരം അരിമത്യക്കാരനായ യോസഫ് പീലാത്തോസിൽ നിന്ന് അനുവാദം വാങ്ങി കല്ലറയ്ക്കകത്ത് വെക്കാൻ പോകുന്ന ഭാഗമാണ് താഴോട്ട് വായിക്കുന്നത്. അതിനകത്ത് 47-ാം അധ്യായത്തില് അതിനകത്ത് വായിക്കുന്നു, അവനെ വെച്ച ഇടം അവിടെ കൊണ്ട് പാറയിൽ വെട്ടിയിട്ടുള്ള കല്ലറയിൽ വെച്ചു എന്ന് വായിക്കുന്നു. കല്ലറ വാതിക്കൽ ഒരു കല്ല് ഉരുട്ടി വെച്ചു. ഇതെല്ലാം കണ്ടുകൊണ്ട് അവനെ വെച്ച ഇടം മഗ്ദലക്കാരത്തി മറിയയും യോസയുടെ അമ്മ മറിയെ നോക്കിക്കൊണ്ടിരുന്നു അല്ലെ. മുകളിൽ പറയുന്നുണ്ട്, ഒരു 3 പേരെ കുറിച്ച് പറയുന്നുണ്ടല്ലേ. അതിനകത്ത് മഗ്ദലക്കാരത്തി മറിയയും ചെറിയ യാക്കോബിന്റെയും യോസയുടെ അമ്മ മറിയയും ശലോമയുണ്ട്. അവിടെ 3 സ്ത്രീകളുണ്ട് ആദ്യം വായിക്കുമ്പം. പക്ഷെ ഇവിടെ വരുമ്പം 2 പേരേ ഉള്ളൂ. അവിടെ ഒരു മഗ്ദലക്കാരത്തി മറിയുണ്ട്, യോസയുടെ അമ്മയും മറിയും ഉണ്ട്. അവര് നോക്കിക്കൊണ്ടിരിക്കും. ഇവർ 2 പേരും ഈ എന്താണോ കല്ലറയിൽ അവിടെ യോസഫ് എവിടാ കൊണ്ടുപോയി അടക്കി വെക്കുന്നതെന്നും ഇതെവിടാ വെച്ചിരിക്കുന്നെന്നും സൂക്ഷ്മത്തോടെ നോക്കി അവർ മാറി നിന്ന് വീക്ഷിച്ചുകൊണ്ടിരിക്കുക.
അവിടെ വേറെ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. യേശുവിന്റെ മരിച്ച ശരീരം, ആ ശരീരം എടുത്തുകൊണ്ടുപോയി യോസഫ് കൊണ്ടുപോയപ്പോ തന്നെ എല്ലാരും പല വഴിക്ക് പോയി അല്ലെ. ശിഷ്യന്മാരും അല്ലെങ്കിൽ അവർ പേടിച്ചായിരിക്കാം മാറി നിന്നത്, അല്ലെങ്കിൽ ഇനിയുള്ള വരും സമയങ്ങളിൽ യേശുവിന്റെ ശിഷ്യന്മാരെ തേടിപ്പോയി അവർക്ക് വല്ല ആപത്തും വരുമെന്ന് വിചാരിച്ചാൽ അവർ ഒളിച്ചിരുന്നതാവാം. അതുകൊണ്ട് തന്നെ പക്ഷേ അന്നേരവും എന്താണ് ഈ പ്രത്യാശ കൈവിടാത്ത കുറച്ച് സ്ത്രീകള് അല്ലെ, അവര് രണ്ടുപേരും മാറി നിന്ന് നോക്കിക്കൊണ്ടിരിക്കുക, എന്റെ കർത്താവിന്റെ ശരീരം എവിടെയാ കൊണ്ടുവെക്കുന്നതെന്ന്. എന്തിനാ നോക്കിക്കൊണ്ടിരുന്നേന്ന് വെച്ചാൽ അത് 16-ാം അധ്യായത്തിൽ ആദ്യം വായിക്കുന്നു. ശബത്ത് കഴിഞ്ഞ ശേഷം മഗ്ദലക്കാരത്തി മറിയയും യാക്കോബിന്റെ അമ്മ മറിയയും ശലോമയും ചെന്ന് അവനെ പൂശേണ്ടതിന് സുഗന്ധവർഗം വാങ്ങി. വീണ്ടും 3 പേരായി അല്ലെ. 2 പേരും നോക്കിക്കൊണ്ടിരുന്നു, പക്ഷെ അവർ 3 പേരും ആദ്യം മുതലേ ഉണ്ട്. അത് വീണ്ടും അവർ 3 പേരുടെ പ്ലാൻ ചെയ്ത് എന്തിനാ 2 പേര് നിന്ന് അവിടെ നോക്കിക്കൊണ്ടിരുന്നത്? അവർ നോക്കിക്കൊണ്ടിരുന്നത് നാളെ രാവിലെ ഞങ്ങളുടെ കർത്താവിന്റെ ശരീരത്തിനകത്ത് സുഗന്ധവർഗം പൂശണമെങ്കിൽ ഇതെവിടെയാ വെച്ചതെന്ന് ഞങ്ങൾക്ക് അറിയണം അല്ലെ. എവിടെയാ വെച്ചതെന്ന് ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി കർത്താവിന്റെ ശരീരം എവിടെയാന്ന് നോക്കി നിൽക്കുന്ന 2 സ്ത്രീകള്. അവര് വീണ്ടും വന്ന് അവരുടെ പിറ്റേന്ന് പോകാനുള്ള ഒരു പ്രിപ്പറേഷൻ അല്ലെ, കർത്താവിന് ശുശ്രൂഷ ചെയ്യാനുള്ള അവരുടെ ആ ഒരു ആവേശം. മരിച്ചു കഴിഞ്ഞുവെങ്കിൽ ആ ശരീരത്തിനകത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഉത്തരവാദിത്ത ബോധം ആ സ്ത്രീകളിൽ ഉണ്ടായിരുന്നു. അവര് വന്നിട്ട് എന്താ, അവന് വീണ്ടും സുഗന്ധവർഗം വാങ്ങി അവരെന്തോ ചെയ്ത് അവനെ പൂശേണ്ടതിന് സുഗന്ധവർഗം വാങ്ങി ശബത്ത് ദിവസത്തിൽ വെച്ചു അല്ലെ. ശബത്താവുമ്പോൾ പഴയ നിയമ കാലഘട്ടങ്ങളിൽ ശബത്തിനകത്ത് എന്താ അവിടെ ഒരു വേലയും ചെയ്യാൻ പാടില്ല, സ്വസ്ഥമായിരിക്കേണ്ട ദിവസമാണ്. അവര് ആ പൂശേണ്ടതിനുള്ള സുഗന്ധവർഗം വാങ്ങി ഒരുക്കി വെച്ചു അല്ലെ. പിറ്റേന്ന് പോയല്ല ഓടിയത്, കർത്താവിനെ അല്ലെ സുഗന്ധവർഗം പൂശേണ്ടതിന് അവർ ഒരുക്കി വെച്ചു. അവർക്കൊരു കരുതലുണ്ടായിരുന്നു അവിടെ അല്ലെ. അവരെപ്പോഴും ബുദ്ധിയുള്ള ഒരു സ്ത്രീകളുടെ കൂട്ടത്തിലായിരുന്നു. കാരണം ദൈവത്തെ അറിയുന്ന, കർത്താവിനെ സ്നേഹിക്കുന്ന, ദൈവത്തിന്റെ ശുശ്രൂഷ ചെയ്യുന്ന അല്ലെ ദൈവത്തിന്റെ പൈതലായ ഒരു വ്യക്തിക്ക് ഒരു കർത്താവിന്റെ ഒരു ശുശ്രൂഷ ചെയ്യുന്നതിന് മുന്നമേ ഒരു ഒരുക്കമുണ്ടല്ലേ. അതൊരിക്കലും അന്നേരം ചെയ്യുന്ന ഓടുന്ന ഒരു കാര്യമല്ല. കർത്താവിന്റെ സന്നിധിയിൽ വരുന്നതിന് മുൻപ് എല്ലാം അല്ലെ ദൈവ പൈതലാണോ അവർക്കൊരു പ്രിപ്പറേഷൻ കാണും. അവിടെ അവരെന്താ സുഗന്ധവർഗം വാങ്ങി റെഡി ആയിട്ടിരിക്കുക അല്ലെ. അല്ലെ 5 കന്യകമാരെ കുറിച്ച്, ബുദ്ധിയുള്ള കന്യകമാരും ബുദ്ധിയില്ലാത്ത കന്യകമാരെ കുറിച്ച് ബൈബിൾ വായിക്കുന്നു. അവരുടെ ആ ഭാഗത്ത് എന്താ, അവര് എണ്ണ അല്ലെ ആ സമയത്ത് എണ്ണ എടുക്കാൻ പോയത് കൊണ്ടാ അല്ലെ, ആ വിളക്ക് കത്തിക്കാൻ ഇല്ലാത്തൊരനുഭവം വന്നതുകൊണ്ടാ മണവാളൻ വന്നിട്ട് എന്താ വിളക്ക് കത്തിയിരിക്കുന്നവരെ കൊണ്ട് പോയതല്ലേ. അപ്പം ബുദ്ധിയോടെ പ്രവർത്തിക്കേണ്ട ചില കാലയളവ് അല്ലെ. കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ഈ കാലയളവില് ഇവിടെ ബുദ്ധിയുള്ള സ്ത്രീകൾ ചെയ്തതുപോലെ അവിടെ എന്താ കർത്താവിന് വേണ്ടി ചില പ്രിപ്പറേഷൻസ് ഒരുക്കി വെച്ചത് ആ ശരീരത്തിനകത്ത് ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി ഒരുക്കി തലേന്നെ വെച്ചത് കൊണ്ട്. കാരണം അവർക്കറിയാം പിറ്റേന്ന് അതികാലത്തെ പോണമെങ്കിൽ രാവിലെ എഴുന്നേറ്റേ പറ്റത്തുള്ളൂ. അപ്പൊ പോയി എങ്ങും പോയി മേടിച്ചോണ്ട് വരാൻ പറ്റത്തില്ല, അവിടെ പോയി ആരും ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റത്തില്ല. ആരും എഴുന്നേൽക്കുന്നതിന് മുന്നമേ പലരും ഉറങ്ങിക്കിടക്കുന്ന അവസ്ഥയിലും ആരും ഡിസ്റ്റർബ് ചെയ്യാതെ പലരും അവരുടെ സുഖമായ നിദ്രയിൽ കിടക്കുമ്പോൾ ഇവരെന്താ ചെയ്യുന്നത്, തലേന്നെ പ്രിപ്പയർ ചെയ്ത് വെച്ചു. അവർക്ക് ഉറക്കമില്ലല്ലേ, തലേന്നെ അവർ പ്രിപ്പയർ ചെയ്ത് വെച്ചത് പിറ്റേന്ന് അവർ എടുത്തുകൊണ്ട് പോകുക. പിറ്റേന്ന് രാവിലെ അതിന്റെ 2-ാം വാക്യത്തിൽ വായിക്കുന്നു, ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ അല്ലെ. അവിടെ പറയുന്ന 1-ാം നാൾ എന്ന് മാത്രമല്ല, സ്പെഷ്യലി എടുത്തു പറയുന്നു, ആദികാലത്ത് സൂര്യൻ ഉദിച്ചപ്പോൾ അവർ കല്ലറയ്ക്കൽ ചെന്നു. സൂര്യൻ ഉദിച്ചപ്പോൾ കല്ലറയ്ക്കൽ ചെല്ലണമെങ്കിൽ അവർ അതിനു മുമ്പേ ഇറങ്ങിയിട്ടുണ്ട് അല്ലെ. അതിനു മുമ്പേ ഇറങ്ങി അവർ വളരെ ആവേശത്തോടെ, നോക്കണം, സൂര്യൻ ഉദിച്ചപ്പോൾ അവരവിടെ എത്തിയെന്നാ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താ, അതിനു മുമ്പ് ചെറിയൊരു അരണ്ട വെട്ടത്തിൽ അവർ ഇറങ്ങിയതായിരിക്കാം. ഒന്ന് ആലോചിച്ച് നോക്കണം, 3 സ്ത്രീകളാണ് ഇറങ്ങി തിരിച്ചത്. അവരുടെ കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള ഒരു ആവേശം. ഇന്ന് ദൈവ പൈതലെ, ഈ വചനത്തിനകത്ത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയത്തിനകത്ത് ചിന്തിക്കണം, കർത്താവിന്റെ ശുശ്രൂഷയിലായിരിക്കുന്ന, കർത്താവിന്റെ ശുശ്രൂഷ അല്ലെങ്കിൽ നമ്മൾ കർത്താവിന് വേണ്ടി ശുശ്രൂഷയ്ക്ക് ഇറങ്ങുമ്പോൾ അല്ലെ കർത്താവിന് വേണ്ടി നിലകൊള്ളുമ്പോൾ ഞാൻ എത്രമാത്രം പ്രിപ്പയർ ആണ്, അല്ലെങ്കിൽ ഞാൻ എന്തുമാത്രം പ്രിപ്പയർ ആണ് ഇരിക്കുന്നത്, കർത്താവിന്റെ വരവിന് വേണ്ടി ഞാൻ എങ്ങനെ പ്രിപ്പയർ ആയിരിക്കുന്നു, കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടി ഞാൻ പ്രിപ്പയർ ആണോ, അല്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് ഇറങ്ങിത്തിരിക്കുകയാണോ. എനിക്കൊരു ഹൃദയത്തിനകത്തൊരു ആഗ്രഹം കാണണം, എനിക്ക് അതികാലത്തെ എല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്തും അതികാലത്തെ കർത്താവിനെ അന്വേഷിച്ചിറങ്ങുന്ന അല്ലെ കർത്താവിന്റെ ശരീരത്തിനകത്ത് സുഗന്ധവർഗം പൂശാൻ ഇറങ്ങിത്തിരിക്കുന്ന സ്ത്രീകളുടെ മനോഭാവം. ഇന്ന് രാത്രികാലം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് കർത്താവിന് സംസാരിപ്പാനുള്ളത്, നിങ്ങൾക്കൊരു പ്രിപ്പറേഷൻ വേണം, ഒരു ആവേശം വേണം. കർത്താവിന്റെ ശുശ്രൂഷയില്, കർത്താവിന്റെ വരവിനായിട്ട്, കർത്താവിന് വേണ്ടി ചില കൃത്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ അന്നേരമല്ല ഓടേണ്ടത് അല്ലെ, തലേന്നെ ഒരുക്കി വെക്കുന്ന
നോക്കുന്ന ഒരു സ്വഭാവം. ആര് കിടന്നുറങ്ങിയാലും അതിരാവിലെ എഴുന്നേറ്റ് കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കാനുള്ളൊരു മനോഭാവം. ഇന്ന് രാത്രികാലം നമ്മുടെ ജീവിതത്തിനകത്തൊരു തീരുമാനം എടുക്കണം. ഞാൻ എല്ലാവരും കിടന്നുറങ്ങുന്നതിന്റെ കൂട്ടത്തിൽ ഞാനും കിടന്നുറങ്ങുകയാണോ? മടി പിടിച്ച് ഞാനും കിടന്നുറങ്ങുകയാണോ? അതോ ഞാൻ അതികാലത്തെ ഞാൻ മറ്റുള്ളവരെ പോലെ കിടന്നുറങ്ങേണ്ടവളാണോ? അത് അതികാലത്തെ എഴുന്നേറ്റ് ദൈവസന്നിധിയിൽ മുട്ടുമടക്കേണ്ടവളാണോ? ഇന്ന് രാത്രികാലം നിങ്ങളെ തന്നെ ശോധന ചെയ്യണം. ഇന്ന് രാത്രികാലം ദൈവസന്നിധിയിൽ എടുക്കേണ്ട ഒരു തീരുമാനമാ. അതികാലത്തെ ഞാൻ എഴുന്നേൽക്കണം. സൂര്യൻ ഉദിക്കുന്നതിന് മുന്നമേ ദൈവത്തിന്റെ മുഖം കാണുവാനുള്ള ഒരു ആവേശം ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന സഹോദരിമാരെ നമ്മൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. ഇന്ന് രാത്രികാലം ചില തീരുമാനങ്ങൾ എടുക്കേണ്ട സമയമായി. കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന സമയമാ. കർത്താവിന്റെ വരവോട് അടുത്തിരിക്കുന്ന ഈ സമയത്ത് അതിരാവിലെ ഉറങ്ങുവാനല്ല, നിങ്ങൾ സുഖത്തോടെ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് അതിരാവിലെ എഴുന്നേറ്റ് നിന്റെ വിഷയത്തിന് വേണ്ടി എഴുന്നേൽക്കാൻ, ലോകത്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ, നിന്റെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, നിന്റെ കൂട്ടു സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, നിന്റെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അതിരാവിലെ നീ എഴുന്നേൽക്കുകയാണെങ്കിൽ, അതിരാവിലെ എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് നീ എഴുന്നേറ്റു പ്രാർത്ഥിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ നിന്റെ വിഷയത്തിന്റെ അകത്തു ദൈവത്തിന്റെ കരം പ്രവർത്തിക്കും. ഹല്ലേലൂയ. എടുക്കേണ്ട ചില തീരുമാനങ്ങൾ എടുത്തെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുകയുള്ളൂ. അവിടെ എടുത്ത ആ ബുദ്ധിയുള്ള ആ സഹോദരിമാര് അവരുടെ ഹൃദയത്തിനകത്തുള്ള ആവേശം എന്താ? എന്റെ പ്രാണനാഥനെ എനിക്ക് കാണണം. അതിനകത്ത് വെച്ചിരിക്കുന്ന ശരീരം അതിനകത്ത് കൊണ്ടുപോയി സുഗന്ധവർഗം ഭൂഷണം. ദൈവത്തോടുള്ള ആ യേശുവിനോടുള്ള ഒരു സ്നേഹമാ. അവിടെ കൂടെ നടക്കുമ്പോ മാത്രമല്ല, വിട്ടുപോയിട്ടും യേശുവിനോടുള്ള ഒരു സ്നേഹം ആ സ്ത്രീകളുടെ ഹൃദയത്തിനകത്ത് ആർക്കുമില്ലാത്തൊരു മനോഭാവം അവരുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു. അവരെന്താ അവിടെ ചെന്ന് അതികാലത്തെ എഴുന്നേറ്റ് സൂര്യൻ ഉദിച്ചപ്പോൾ അവർ കല്ലറയ്ക്കൽ ചെന്നു. കല്ലറയുടെ വാതിക്കൽ നിന്ന് നമുക്ക് വേണ്ടി അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവർ ചിന്തിക്കുന്ന കാര്യമാ, നമുക്ക് വേണ്ടി ആർ കല്ലുരുട്ടി കളയുമെന്ന് തമ്മിൽ പറഞ്ഞു. അവിടെ ചെന്ന് കല്ലറയുടെ അടുത്തിൽ വന്നു അടുക്കൽ വന്നിട്ട് അവര് തമ്മിൽ പറയും. കാണുന്നതിന് മുന്നമേ അവര് തമ്മിൽ പറയുകയാണ്, നമുക്ക് വേണ്ടി കല്ലറയുടെ മുൻപിലിരിക്കുന്ന കല്ല് ആരുരുട്ടി മാറ്റുമെന്ന്. കാരണം എന്താ? തലേന്ന് അവര് യോസഫ് യേശുവിന്റെ ശരീരം കൊണ്ട് വെച്ച് കല്ല് ഉരുട്ടി അവിടെ വെക്കുന്നത് കണ്ടുകൊണ്ടല്ലേ. പക്ഷെ ഇപ്പൊ അവര് കണ്ടോ? അവിടെ നിൽക്കുമ്പം ഇപ്പൊ അവര് കണ്ടിട്ടില്ല അവിടത്തെ അവസ്ഥ എന്തുവാണ്. ചെന്ന് അടുത്ത് കല്ലറയ്ക്ക് എത്തിയിട്ട് അവര് തമ്മിൽ പറയുക, അവിടെ ഒരു കല്ലുണ്ടായിരുന്നു, നമ്മളെന്നത് കണ്ടതാ ഇന്നലെ. പക്ഷെ നമുക്ക് വേണ്ടി ആരാ കല്ലുരുട്ടി മാറ്റുന്നത്? പക്ഷെ അവിടെ സംഭവിച്ചത് എന്താ? അവർ നോക്കിയാറെ. നെക്സ്റ്റ് സ്റ്റെപ്പ് അവർ നോക്കാൻ തുടങ്ങി അന്നേരം അവർ നോക്കിയിട്ടില്ലായിരുന്നു. അവർ ഇന്നലെ കണ്ടത് വെച്ചാ അവര് പറഞ്ഞത്. ഇന്നലെ അവിടെ ക്ലോസ്ഡ് ആയിരുന്നു, കല്ല് വെച്ചല്ലേ. കല്ലറയുടെ വാതില് ക്ലോസ്ഡ് ആയിരുന്നു, ഇന്നലെ ക്ലോസ്ഡ് ആയിരുന്നു. ആ ക്ലോസ്ഡ് ആയിരുന്നു വെച്ചാ ഇന്നിപ്പോ സംസാരിക്കുന്നത് അവർ നോക്കിയിട്ടില്ല. സംസാരിച്ചതിന് ശേഷം അവർ നോക്കാൻ തുടങ്ങിയത് സംസാരിച്ചതിന് ശേഷം നോക്കിയപ്പോൾ അവിടെ എന്താ കണ്ടത്? അവിടെ നോക്കിയാറെ കല്ല് ഉരുട്ടി കളഞ്ഞതായി കണ്ടു. ഉരുണ്ട് മാറിയെന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്, ഉരുട്ടി കളഞ്ഞതായി കണ്ടു. ഒരിക്കലും ആരോ വന്ന് ഉരുട്ടി കളഞ്ഞിരിക്കുന്നു കളഞ്ഞതായി കണ്ടു. അത് ഏറ്റവും വലുതായിരുന്നു. അവർക്കറിയാം ആ കല്ല് ഏറ്റവും വലുതായിരുന്നു. കാരണം ഈ വലിയൊരു കല്ലറയുടെ മുൻപിൽ വെക്കുന്ന കല്ല് ഇന്നലെ അവർ കണ്ടത് അത് ഏറ്റവും വലുതായിരുന്നു. കാരണം അവിടെ ചെന്നിരിക്കുമ്പോൾ അവിടത്തെ കല്ല് ഉരുട്ടി കളഞ്ഞതായിട്ട് കണ്ടു. ഉരുട്ടി കളഞ്ഞെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരോ വന്ന് അവർക്ക് വേണ്ടി ഉരുട്ടി മാറ്റി എന്നല്ലേ അതിനർത്ഥം. അങ്ങനെയാണെങ്കിൽ ദൈവമക്കളെ, ഈ വചനത്തിനകത്ത് ആഴത്തിനകത്ത് കർത്താവ് ഇടപെടുന്ന കാര്യം എന്താ? കർത്താവിന് വേണ്ടി ഒരു പ്രിപ്പറേഷനോടെ തലേന്നേ ഒരു പ്രിപ്പറേഷനോട് അവർ ചിലത് ഒരുക്കി വെച്ച് അതിരാവിലെ ആരും ഉണരുന്നതിന് മുന്നമേ അവർ എഴുന്നേറ്റ് കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി എഴുന്നേറ്റ് പുറപ്പെട്ട സ്ത്രീകളുടെ മുമ്പില് അവർക്ക് ഇന്നലെ കണ്ട കല്ല്, ഇന്നലെ കണ്ടതാ അത്, ഇന്ന് അവർ കണ്ടിട്ടില്ലായിരുന്നു. പക്ഷെ ഇന്നലെ കണ്ട കല്ല് ഇന്നവിടെ ഇല്ല, ആരോ ഉരുട്ടി കളഞ്ഞിരിക്കുന്നു. കാരണം എന്താ? ദൈവ പൈതലെ, നിന്റെ ജീവിതത്തിനകത്ത് ഇന്നലെ കണ്ട നീ കല്ലുകൾ ഉണ്ടാവാം. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇന്നലെ ഉരുട്ടി വെച്ച ചില കല്ലുകൾ, നിങ്ങളുടെ വിഷയത്തിനകത്ത് ഉരുണ്ടിരുന്ന മറഞ്ഞിരുന്ന ചില വിഷയം, ശത്രു എടുത്തു വെച്ച ചില ബാധ്യതകൾ നിങ്ങൾക്ക് കാണാൻ കഴിയാത്തതുപോലെ നിങ്ങളുടെ വാഴ്ത്തത്തെ ഉരുട്ടി മറച്ചു വെച്ചിരുന്ന ഒരു കല്ല് ഇന്നലെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് കർത്താവ് പറയാ, നീ തലപൊക്കി നോക്ക്. നീ പ്രിപ്പറേഷനോടുകൂടിയാ വന്നിരിക്കുന്നേ. നീ അതികാലത്തെ ദൈവസന്നിധിയിൽ നീ എഴുന്നേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഇന്നലെ കണ്ട കല്ലിന്ന് അവിടെ ഇല്ല. നീ തലപൊക്കി നോക്കിയാൽ നിനക്കത് കാണാൻ സാധിക്കും. ദൈവ പൈതലെ, ഇന്ന് രാത്രികാലം ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ ദൈവസന്നിധിയിലെ കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കുമ്പോൾ പരിശുദ്ധാത്മ ശക്തമായി ഇടപെടുന്ന ഒരു വിഷയം, നിന്റെ ജീവിതത്തിനകത്ത് നീ
എടുക്കുന്ന ഒരു തീരുമാനത്തിനകത്താ, നിങ്ങൾ ഒരു ദൈവസന്നിധിയിൽ എടുക്കുന്ന തീരുമാനത്തിനകത്താ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. അല്ലെ, എല്ലാവരെയും പോലെ അല്ലനെ. എല്ലാവരും കിടന്ന് ഉറങ്ങുന്ന സമയത്ത് അതിരാവിലെ എഴുന്നേറ്റിരുന്നു പ്രാർത്ഥിക്കാൻ, നിന്റെ വിഷയത്തിന് വേണ്ടി എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ അവിടുത്തെ കല്ല് ഉരുണ്ട് കഴിഞ്ഞു, അവിടെ ദൂതൻ ഇറങ്ങിക്കഴിഞ്ഞു. നീ പക്ഷെ അവിടെ ചെന്ന് കല്ല് തല പൊക്കി നോക്കിയപ്പോഴാ നിങ്ങൾ കണ്ടത്. പക്ഷേ കർത്താവ് പറയുകയാ, നിങ്ങൾ ഇവിടെ പ്രാർത്ഥിക്കാൻ അതികാലത്തെ നീ എഴുന്നേറ്റപ്പോൾ തന്നെ, ഇവിടെ ഈ സഹോദരിമാര് ഇവിടുന്ന് അതികാലത്തെ എഴുന്നേറ്റിറങ്ങിയപ്പോൾ തന്നെ അവിടെ ദൂതൻ ഇറങ്ങിയ കല്ല് ഉരുട്ടി കളഞ്ഞിരുന്നു. ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മ ശക്തമായി ഇടപെടുക. നീ ഇന്നലെ കണ്ടത് കല്ല് നിന്റെ മുമ്പിൽ ഇന്നിവിടെ കാണത്തില്ല. നീ എഴുന്നേൽക്കാൻ തയ്യാറായാൽ നിന്റെ ജീവിതത്തിനകത്ത് നീ ഒരു പ്രിപ്പറേഷനോടെ ഒരു തീരുമാനമെടുക്കാൻ തയ്യാറാകണം. അതിരാവിലെ ഞാനൊന്ന് ദൈവസന്നിധിയിലേക്കൊന്ന് കടന്നു വരാൻ തയ്യാറാകോ, ഞാൻ ചില തീരുമാനങ്ങൾ എന്റെ കർത്താവിന്റെ സന്നിധിയിൽ എടുക്കോ. ദൈവത്തിന്റെ ശുശ്രൂഷ ചെയ്യുവാൻ കർത്താവിന്റെ പാദപീഠത്തിൽ ഞാൻ ആയിരിക്കുമ്പോൾ, ചില ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ ഞാൻ എടുക്കേണ്ട ചില തീരുമാനങ്ങൾ എന്റെ ജീവിതത്തിലുണ്ട്, അത് ഞാൻ എടുക്കുമെന്ന് പറഞ്ഞ് ചില പ്രിപ്പറേഷനോട് ഒരുങ്ങി നിന്ന് നീ കടന്നു പോകുമ്പോൾ ഇന്നലെ കണ്ട കല്ലവിടെ കാണത്തില്ല. അത് അന്നേരം ഉരുണ്ടു മാറിയതല്ല, അന്നലെ ഉരുട്ടി മാറ്റിയതല്ല. നിങ്ങൾ ഇന്നലെ തൊട്ട് തുടങ്ങിയ പ്രിപ്പറേഷൻ തുടങ്ങിയപ്പോഴേ കർത്താവ് അവിടെ പ്രവൃത്തി ആരംഭിച്ചു കഴിഞ്ഞു. നിന്റെ ജീവിതത്തിൽ എടുക്കുന്ന ഒരു തീരുമാനത്തിനകത്ത് അതിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. ഇന്ന് രാത്രികാലം ജീവിതത്തിനകത്ത് ചില തീരുമാനങ്ങൾ എടുക്കാൻ തയ്യാറാണോ? നിന്റെ വിഷയത്തിനകത്ത് നിങ്ങൾ എടുക്കുന്ന ഒരു തീരുമാനം, പ്രിയ സഹോദരിമാരെ, നിങ്ങളുടെ ജീവിതത്തിൽ എടുക്കുന്ന ഒരു തീരുമാനത്തിനകത്ത് ആ ദൈവത്തിന്റെ പ്രവൃത്തി. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഹൃദയത്തിനകത്ത് ആഴത്തിലൊരു തീരുമാനം ഉണ്ടാകണം. കർത്താവെ, ഇന്നലെ വരെ ഞാൻ എങ്ങനെയായിരുന്നു എന്നല്ല, ഇന്ന് ഈ സമയക്കാല വചനം കേൾക്കുമ്പോൾ എന്റെ ഹൃദയത്തിനകത്ത് ഞാൻ തീരുമാനമെടുക്കുക. എന്റെ ദൈവത്തിനു വേണ്ടി ഞാൻ എഴുന്നേൽക്കാൻ തയ്യാറാ. എന്റെ കർത്താവെ, ഞങ്ങളുടെ ശുശ്രൂഷ ചെയ്യുവാൻ ഞാൻ തയ്യാറാ. കർത്താവെ, ഞാനൊന്ന് മുഴങ്കാലുകളെ മടക്കാൻ, പ്രാർത്ഥിക്കാൻ, അതിരാവിലെ എഴുന്നേൽക്കാൻ ഞാനൊന്ന് റെഡിയാവുകയാ, ഞാനൊന്ന് തീരുമാനമെടുക്കുകയാണെന്ന് ജീവിതത്തിനകത്തൊരു തീരുമാനമെടുത്തു നീ ഇറങ്ങുമ്പോൾ തന്നെ, ഓ റാക്കലബലവ ശന്തൽ പ്രൗഢരാധന, നീ ഇറങ്ങാൻ ഒരുങ്ങുമ്പോൾ തന്നെ നിനക്ക് വേണ്ടി അവിടെ ദൂതൻ ഇറങ്ങി അവിടെ കല്ലിനെ ഉരുട്ടി കളഞ്ഞു കഴിഞ്ഞിരിക്കും. ഹല്ലേലൂയ. നീ നാളെ ആ കല്ല് നീ കാണത്തില്ല. ഇന്ന് രാത്രികാലം ദൈവസന്നിധിയിൽ കൊടുക്കാൻ തയ്യാറാണെങ്കിൽ, ഒരു തീരുമാനമെടുക്കാൻ തയ്യാറാണെങ്കിൽ, ദൈവസന്നിധി നിങ്ങൾക്ക് വേണ്ടി കർത്താവ് അവിടുന്ന് അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. നിനക്ക് മുമ്പിലിരിക്കുന്ന കല്ലിനെ കർത്താവ് ഉരുട്ടി മാറ്റും. ആരോ ഉരുട്ടി കളഞ്ഞതാ, അത് തന്നുരുണ്ടു മാറിയതല്ല. കാരണം അതിനർത്ഥം അവിടെ ദൂതൻ ഇറങ്ങി, അവിടെ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി. അവിടെ ഒരു സാന്നിധ്യം ഇല്ലാതെ ഉരുട്ടി മാറ്റാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് വേണ്ടി ആരാ കല്ലുരുട്ടി മാറ്റിയത്? നിനക്കൊരു പക്ഷെ അതിനുള്ള ശേഷിയില്ലായിരിക്കാം. വലിയൊരു കല്ലെടുത്തു മാറ്റാൻ നിങ്ങളുടെ ജീവിതത്തിനകത്ത് മുൻപിൽ നിൽക്കുന്ന പ്രതിസന്ധിയെ നിങ്ങൾക്ക് തള്ളിക്കളയുവാൻ, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് തള്ളി മാറ്റുവാനുള്ള ശേഷിയില്ലായിരിക്കാം. അങ്ങനെയുള്ളവരോട് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം ഇടപെടുക. നീ അതിനുവേണ്ടി കല്ലുരുട്ടി മാറ്റാനുള്ള ഹല്ലേലൂയ പ്രയാസപ്പെടേണ്ട. നിന്റെ വിഷയം അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ കൊടുത്തിട്ട് ദൈവസന്നിധി പ്രാർത്ഥിക്കാൻ തയ്യാറെടുക്കുകയാണെങ്കിൽ, കർത്താവിന്റെ സന്നിധി ചില തീരുമാനങ്ങളോട്, ചില പ്രിപ്പറേഷനോടുകൂടെ ഇറങ്ങുകയാണെങ്കിൽ നീ ഭാരപ്പെടണ്ട. നിങ്ങൾക്ക് വേണ്ടി കല്ലുരുട്ടി മാറ്റാൻ അവിടെ ദൂതൻ ഇറങ്ങും. നീ പ്രയാസപ്പെടണ്ട. നിങ്ങൾ ആരും ചെന്ന് കല്ലുരുട്ടി മാറ്റണ്ട. അവിടെ ആരെയും സഹായത്തിന് വിളിക്കണ്ട. ആരുടെ മുമ്പിലും കൈ നീട്ടണ്ട. നിങ്ങൾക്ക് വേണ്ടി ദൂതൻ അവിടെ ഇറങ്ങും. ഹല്ലേലൂയ. ഇന്ന് രാത്രി കാലം വിശ്വസിക്കുന്ന ദൈവ പൈതലെ, നമ്മുടെ ജീവിതത്തിനകത്ത് പ്രതിസന്ധിയുടെ നടുവില്, പ്രയാസത്തിന്റെ നടുവില് എനിക്ക് വേണ്ടി ആരാ കല്ലുരുട്ടി മാറ്റുമെന്ന് ഹല്ലേലൂയ നിങ്ങൾ ആരെങ്കിലും ഭാരപ്പെടുന്നുണ്ടെങ്കിൽ, ഇന്ന് രാത്രി കാലം പരിശുദ്ധാത്മാവ് ഇടപെടുക. നിങ്ങൾക്ക് വേണ്ടി ആരെയും വിളിക്കേണ്ട സഹായത്തിന്, നിങ്ങൾക്ക് വേണ്ടി ഒരു മനുഷ്യന്റെ സഹായം തേടണ്ട, അല്ലെങ്കിൽ ഒരു നിയമത്തിന്റെ സഹായം വേണ്ട, ഒരു രാജ്യത്തിന്റെ സഹായം വേണ്ട. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഒരുക്കമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ദൂതൻ ഇറങ്ങും. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. വചനത്തിനകത്ത് പരിശുദ്ധാത്മ ശക്തമായി നമ്മൾ ഇടപെടുന്നത് ഇന്ന് രാത്രി കാലം അത് ഏൽപ്പിച്ചു കൊടുക്കുക, ഏറ്റെടുക്കുക. അതോടൊപ്പം തന്നെ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിനകത്ത് 19-ാം അധ്യായം അതിന്റെ 20-ാം അധ്യായം അതിന്റെ 11-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 20:11. എന്നാൽ മറിയ കല്ലറയ്ക്കൽ പുറത്ത് കരഞ്ഞുകൊണ്ട് നിന്നു. മക്കളെ, ഇറങ്ങി തിരിച്ചപ്പോ എത്ര പേരായിരുന്നു? 3 പേരായിരുന്നല്ലേ? 3 പേരായിരുന്നു.
ഇടയ്ക്ക് വന്ന് അവിടെ എവിടെയാ വെച്ചെന്ന് നോക്കാൻ പോയത് 2 പേരായിരുന്നു. വീണ്ടും അവര് 3 പേരായി. സുഗന്ധവർഗം കൊണ്ടുവരാനും പ്രിപ്പയർ ചെയ്യാനും അല്ലെ ഓടി വരാനും അതികാലത്ത് എഴുന്നേറ്റ് വരാനും അവര് 3 പേരുണ്ടായിരുന്നല്ലേ. പക്ഷെ അവസാനം വന്നപ്പോ എന്താ, എല്ലാവരും എന്താ, ഈ കല്ലറ തുറന്നു കിടക്കുന്ന കണ്ടു. ശിഷ്യന്മാര് വന്നു. പലരും വന്നിട്ട് നോക്കിയിട്ട് എന്താ, ശീല കണ്ടു. അവിടെ ദൂതൻ വെളിപ്പെട്ടു പറഞ്ഞു, നിങ്ങളുടെ എന്താ അവിടെ പറയുന്നുണ്ട്, നിങ്ങൾ നോക്കി നിൽക്കുന്ന നിങ്ങളുടെ പ്രാണനാഥൻ എന്താ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞു എന്ന് പറയുന്നു. ഇത് കഴിഞ്ഞു, ഇത് ഒക്കെ അവിടെ ഒരു കൺഫർമേഷൻ ദൂതൻ കൊടുക്കുക. അവരെല്ലാരും അത് കേട്ടോണ്ട് പോയി അല്ലേ. പലർക്കും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അല്ലെ, പലത് കേട്ടിട്ട് പക്ഷേ അവിടെ ആ ഒരുക്കത്തോടെ വന്നവരില് ആര് പോയിട്ടും അല്ലെ, പ്രതീക്ഷയോടെ കരഞ്ഞുകൊണ്ടിരുന്ന ഒരു സ്ത്രീ അല്ലെ, ആ സ്ത്രീക്ക് അവിടെ നിൽക്കാതിരിക്കാൻ പറ്റത്തില്ല. കാരണം എന്താ? കാരണം അവളുടെ ജീവിതത്തിൽ ചെയ്ത വിടുതൽ വലുതാ. മറ്റുള്ളവരുടെ ജീവിതത്തിൽ ചെയ്തതുപോലെ ഒരു വിടുതലല്ല കർത്താവ് അവളുടെ ജീവിതത്തിൽ ചെയ്തതല്ലേ. അവിടെ മർക്കോസ് എഴുതിയ സുവിശേഷത്തിനകത്ത് 16-ാം അധ്യായത്തില് അതിന്റെ 9-ാം വാക്യത്തിൽ ഇങ്ങനെ എടുത്തു പറയുന്നു, അവൻ ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ രാവിലെ ഉയർത്തെഴുന്നേറ്റിട്ട് ആർക്ക് വെളിപ്പെട്ടെന്ന് അവിടെ വ്യക്തമായി പറയുന്നു, താൻ 7 ഭൂതങ്ങളെ പുറത്താക്കിയിരുന്ന മഗ്ദലക്കാരത്തി മറിയയ്ക്ക് ആദ്യം പ്രത്യക്ഷയായി അല്ലെ, പ്രത്യക്ഷനായി. അവിടെ എന്താ, അവിടെ ആർക്ക് ആദ്യം പ്രത്യക്ഷനാവുന്നത്? അവിടെ എടുത്തു പറയുന്നു 7 ഭൂതങ്ങളെ പുറത്താക്കിയത്. കഴിഞ്ഞ നാളില് ആ മറിയ എങ്ങനെയായിരുന്നു? അവളുടെ ജീവിതത്തിനകത്ത് സകലരാലും വെറുക്കപ്പെട്ട് അവളെ 7 ഭൂതങ്ങൾ എന്ന് പറയുമ്പോൾ അവളെ ശരീരം കൊണ്ടും മാനസികമായിട്ടും ഞെരുക്കത്തിനകത്ത് കടന്നുപോയ ഒരു മഗ്ദലക്കാരത്തി മറിയയ്ക്ക് പറയാൻ കഴിയും, എനിക്കങ്ങനെ തിരിച്ചു പോകാൻ പറ്റത്തില്ല. കാരണം ഞാനായി എന്റെ കർത്താവിൽ നിന്ന് വിടുതൽ അനുഭവിച്ചത്. ദൈവ പൈതലെ, കർത്താവിൽ നിന്ന് നന്മ ഒരു പ്രാവശ്യമെങ്കിലും അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ മടങ്ങിപ്പോകാൻ കഴിയത്തില്ല. കാരണം കർത്താവിൽ നിന്ന് ചില നന്മകൾ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ, ആ നന്മയുടെ വാല്യൂ അറിയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ കർത്താവിൽ നിന്ന് മടങ്ങിപ്പോകാൻ പറ്റത്തില്ല. അവൾ കാത്തുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു. ഇറങ്ങി തിരിച്ചപ്പോ നമ്മുടെ കൂടെ പലരും കാണും. നമ്മുടെ കൂട്ടുകാരായി, അല്ലെങ്കിൽ നമ്മൾ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോഴോ, കർത്താവിന്റെ നാമവും വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോഴോ പലരും നമ്മുടെ കൂടെ കണ്ടെന്നിരിക്കും. പക്ഷെ പകുതി വഴിയിൽ ആരിട്ടേച്ചു പോയാലും ദൈവ പൈതലെ, നീ കളഞ്ഞിട്ട് പോകരുത്. കാരണം എന്താ, എന്റെ ജീവിതത്തിലും നിങ്ങളുടെ ജീവിതത്തിലും ചെയ്തിരിക്കുന്ന നന്മ അത് അവരോർക്കെ അറിയത്തുള്ളല്ലേ. നമ്മുടെ ജീവിതത്തിൽ ചെയ്തിരിക്കുന്ന നന്മ വലുതാണെന്ന്, അതിന്റെ മൂല്യം യേശു കർത്താവ് എന്റെ ജീവിതത്തിൽ ചെയ്തതിന്റെ അതിന്റെ വ്യാപ്തി എന്താണെന്ന് തിരിച്ചറിയാൻ എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ കളഞ്ഞിട്ട് പോവത്തില്ല. ഞാൻ പിടിച്ച വിശ്വാസത്തിനകത്ത് ഉറച്ചു നിൽക്കും. എത്ര പ്രതിസന്ധികൾ വന്നാലും, ആരൊക്കെ മാറിപ്പോയാലും, അവിടെ ആരൊക്കെ ഇല്ലെങ്കിലോ ഒരു വിശ്വാസമേ നമുക്കുണ്ട്. കാരണം എന്താ, ഞാൻ വിളിച്ച ദൈവം വിശ്വസ്തനാ. അവൻ മരിച്ചു ഉയർത്തെഴുന്നേറ്റെങ്കിലോ അത് ഞാൻ കാണും, കണ്ടിട്ടേ പോകത്തുള്ളൂ എന്നുള്ളൊരു ഉറച്ച വിശ്വാസം. അവൾ സുഗന്ധവർഗം കൊണ്ട് വന്നതാണെങ്കിൽ അവക്കൊരു വിശ്വാസം ഉണ്ടായി, ഞാൻ ആർക്കു വേണ്ടി കൊണ്ടുവന്നോ ആ വ്യക്തിയെ ഞാൻ കണ്ടിട്ടേ പോകത്തുള്ളെന്ന്. അവിടെ എന്താ, എല്ലാവരും പോയി. എന്നാൽ മറിയ കല്ലറയ്ക്കൽ പുറത്ത് കരഞ്ഞുകൊണ്ട് നിന്നു. ദൈവ പൈതലെ, കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് കിട്ടുന്ന മാന്യതയായി ഇനി കാണാൻ പോകുന്നത് അല്ലെ. ആരൊക്കെ പോയിട്ടും കർത്താവ് നോക്കും. സുഗന്ധവർഗം എടുക്കാൻ ആളുണ്ടായിരുന്നു, ശരിയാ, അവർക്ക് നന്മയുണ്ട്, പ്രതിഫലമുണ്ട് അല്ലെ. കർത്താവിനെ കാണാൻ അധികാലത്തെ ഓടി വന്നു, അതിനും അവർക്ക് പ്രതിഫലമുണ്ട്. പക്ഷെ അവിടെ വന്നിട്ട് കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്ന് അറിഞ്ഞപ്പോൾ അവരെല്ലാവരും പോയി അല്ലെ, സ്വസ്ഥാനങ്ങളിൽ പോയി. ഒരുപക്ഷെ എന്താണ് ഇനി നെക്സ്റ്റ് എന്ന് അറിയാൻ വയ്യാതെ എല്ലാവരും പോയിരുന്നു. പക്ഷെ അവിടെയും തൃപ്തി പ്രാപിക്കാതെ ഒരു വ്യക്തി അവിടെ കരഞ്ഞുകൊണ്ടാ നിൽക്കുന്നത്, വെറുതെ അല്ല. അവൾ കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ അവിടെ എന്താ, അവൾ എന്നിട്ടും എന്താ, കല്ലറയിൽ ആദ്യം പറഞ്ഞതാ അല്ലേ, യേശു ഉയർത്തെഴുന്നേറ്റു. അവളോടാ ദൂതൻ സംസാരിച്ചത്, നീ നോക്കി നിൽക്കുന്ന യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുന്നുണ്ട്. എന്നിട്ടും എന്താ, അവിടെ നിന്ന് അടുത്ത ഭാഗം വായിക്കുന്നു, കരയുന്നതിനിടെ അവൾ കല്ലറയിൽ കുനിഞ്ഞു നോക്കി. കണ്ടോ അവളുടെ പ്രത്യാശ, കണ്ടോ അവളുടെ ഒരു പ്രത്യാശയാ. അവൾ കരഞ്ഞു, അവൾക്കറിയാം ദൂതൻ പറഞ്ഞത് സത്യമാണെന്നറിയും. എങ്കിൽ പോലും പിന്നെ എന്തെങ്കിലും ഒന്നുകൂടെ ഒന്ന് നോക്കിയേക്കാം, അവിടെ കാണാൻ പറ്റുമോ. എനിക്ക് കാണാതെ തിരിച്ചു പോകാൻ പറ്റത്തില്ല. മറിയയുടെ ഉള്ളിലെ ആ ഒരു പ്രതീക്ഷ, എന്റെ പ്രാണനാഥനെ എനിക്കൊന്ന് കാണണം എന്നുള്ളൊരു പ്രതീക്ഷ അല്ലെ. ദൈവസന്നിധിയില് കർത്താവെ, നമ്മളും അതുപോലെ ആയിരിക്കണം. ഒരു മഗ്ദലക്കാരത്തി മറിയയുടെ ഹൃദയം പോലെ നമ്മുടെ ഹൃദയത്തിനകത്ത് ആ ഒരു പ്രതീക്ഷ ഉണ്ടായിരിക്കണം അല്ലെ. കർത്താവിനെ കാണുവാനുള്ളൊരു കൊതിയുണ്ടായിരിക്കണം അല്ലെ. അവൾക്കെന്താ, അവിടുന്ന് മടങ്ങിപ്പാൻ പറ്റത്തില്ല. കാരണം കണ്ടിട്ടേ ഞാൻ പോകത്തുള്ളൂ. അവളെന്താ, വീണ്ടും ആ കല്ലറയ്ക്ക് കുനിഞ്ഞു നോക്കിയ അവിടെ എന്താ പറയുന്ന, അടുത്ത ഭാഗത്തെ പറയുന്നത്, യേശുവിന്റെ ശരീരം കിടന്നെടുത്ത് വെള്ളവസ്ത്രം ധരിച്ച 2 ദൂതന്മാർ, ഒരുത്തൻ തലയ്ക്കലും ഒരുത്തൻ കാൽക്കലും ഇരുന്നു.
അവർ അവളോട് വീണ്ടും ചോദിക്കുക, സ്ത്രീയെ നീ കരയുന്നത് എന്താ എന്ന് ചോദിക്കുക. അന്നേരം അടുത്ത ഭാഗം പറയുക, ദൂതന്മാരോടാ സംസാരിക്കുന്നത്. പക്ഷെ എന്നിട്ടും പറയുക, എന്റെ കർത്താവിനെ എടുത്തുകൊണ്ടുപോയി, അവനെ എവിടെ വെച്ചു എന്ന് ഞാൻ അറിയുന്നില്ല എന്ന് അവൾ അവരോട് പറഞ്ഞ്. ഇത് പറഞ്ഞിട്ട് അവൾ പിന്നോക്കം തിരിഞ്ഞ് യേശു നിൽക്കുന്നത് കണ്ടല്ലേ. തിരിഞ്ഞ മാത്രയില് എന്താ അവൾക്ക് എന്തുകൊണ്ടാ പ്രത്യക്ഷമായത്? അവൾ കാത്തിരുന്നു. അവൾ പ്രത്യാശയോടെ കാത്തിരുന്നു. ദൈവ പൈതൽ, ഇന്നീ വചനം കേൾക്കുന്ന നിങ്ങൾക്ക് പ്രത്യാശയുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിനകത്ത് വിഷയത്തിനകത്ത് മറുപടിയില്ല, ഒരുപക്ഷെ കാണാൻ കഴിഞ്ഞില്ല, അതിനകത്ത് പല പ്രതിസന്ധികളും വന്നു, പലവരും പറഞ്ഞു, നമ്മുടെ കൂടെ നിന്നവരൊക്കെ ഇട്ടേച്ചു പോയി. പക്ഷെ എന്നിട്ടും ഈ വചനം കേൾക്കുന്ന ദൈവമക്കളോട് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾക്ക് പ്രത്യാശയുണ്ടോ? കർത്താവിനെ കാണാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ, അല്ലെങ്കിൽ എന്റെ വിഷയത്തിനകത്ത് മറുപടി ഞാൻ കാണുമെന്നുള്ള പ്രത്യാശ എത്ര പേർക്കുണ്ട്? ഇന്ന് ഈ വചനം കേൾക്കുമ്പോ എത്ര പേർക്കുണ്ട് പ്രത്യാശ? ഈ പ്രത്യാശ ഉള്ള നിങ്ങൾ വിടുതൽ പ്രാപിക്കും, നിങ്ങൾ കാണും, നിങ്ങൾ ആ വിടുതൽ അനുഭവിക്കും, നിങ്ങൾ ആ വിടുതൽ പ്രാപിക്കുക തന്നെ ചെയ്യും. ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മ ശക്തമായി ഇടപെടുക. പല പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് നിന്റെ കൂടെ നിന്ന പലരും പറഞ്ഞ് ഇനി കിട്ടത്തില്ലെന്ന്, പലരും പറഞ്ഞ് ഇനി പ്രതീക്ഷയില്ല, പ്രതീക്ഷിക്കേണ്ടത്. പക്ഷെ കർത്താവ് ഇന്ന് രാത്രികാലം ചോദിക്കുക, ആ പ്രത്യാശ, ആരുടെ പ്രത്യാശ നശിച്ചു പോയിട്ടും നിങ്ങൾക്ക് ആ പ്രത്യാശ ഉണ്ടോ? എനിക്ക് ആ പ്രത്യാശ ഉണ്ടോ? അങ്ങനെയുള്ളവരോട് ദൈവ കർത്താവ് ഇന്ന് ഇടപെടുക. ദൈവ പൈതലേ, നിന്റെ ജീവിതത്തെ പ്രത്യാശ കൈവിടാതെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ നിനക്ക് വേണ്ടി കർത്താവ് പ്രവർത്തിക്കും. നിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും, നിന്റെ മുമ്പിൽ അത്ഭുതം നടക്കും. നിന്റെ മുമ്പിൽ നീ കാണണമെന്ന് വിചാരിച്ചത് നീ കാണും, നിന്റെ കരത്തിൽ പിടിക്കണമെന്ന് വിചാരിച്ചത് നീ പിടിക്കും, നീ പോകുമെന്ന് പറഞ്ഞ ദേശത്ത് നീ കാല് ചവിട്ടും. പ്രത്യാശയോടെ ദൈവ സന്നിധിയിൽ ഇന്ന് രാത്രികാലം ഒരു തീരുമാനമെടുക്കുക. ദൈവത്തിൽ നിന്നുള്ള പ്രത്യാശ കൈവിടരുത്. കർത്താവ് കാത്തിരിക്കുന്നവന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നവനാ നമ്മുടെ കർത്താവ്. പ്രതീക്ഷ അറ്റടുത്ത് ഇറങ്ങി വരുന്നവനാ നമ്മുടെ കർത്താവ്. ഇന്ന് രാത്രികാലം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലെ, നിങ്ങളുടെ പ്രതീക്ഷ നഷ്ടപ്പെട്ടവരാണോ? ഇനി ഒരു വിടുതലല്ലെന്ന് പറയുന്നവരാണോ? നിങ്ങളുടെ ജീവിതത്തിനകത്ത് കർത്താവ് ഇറങ്ങും. നിങ്ങളുടെ പ്രതീക്ഷയ്ക്ക് മുമ്പിൽ കർത്താവ് ഇറങ്ങും. നിങ്ങൾക്ക് വേണ്ടി കർത്താവ് പ്രവർത്തിക്കും. ദൈവത്തിന്റെ ഹല്ലേലൂയ സാന്നിധ്യം നിനക്ക് മുമ്പിൽ വെളിപ്പെടും. പ്രത്യാശയോടെ ദൈവസന്നിധിയിലായിരിക്കാം. അതോടൊപ്പം പറയുന്നുണ്ട്, യേശു നിൽക്കുന്നത് കണ്ടിട്ട് പറയുക, യേശു എന്ന് അറിഞ്ഞില്ല, അല്ലെ? അവൾ അറിഞ്ഞില്ല, തിരിഞ്ഞു നിൽക്കുക, അറിഞ്ഞില്ല. പക്ഷെ യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ നീ കരയുന്നത് എന്താന്ന് ചോദിക്കുക. അവൾ അടുത്ത വാചകത്തിൽ പറയുന്നു, അല്ലെങ്കിൽ അടുത്ത കർത്താവ് ആരെ തിരയുന്നു എന്ന് ചോദിക്കുക, അല്ലെ? പറയുകയാണ്, അവൾ പറയുക, അല്ലെ? ഒരു പരീക്ഷിക്കുന്നത് പോലെ കർത്താവ് ചോദിക്കുക. അന്നേരം അവൾക്ക് സംസാരം മനസ്സിലായില്ല, അല്ലെ? നോർമൽ ഒരു ടോക്കിൽ അവൾ മനസ്സിലാക്കുന്നത് അവിടെ ചോദിക്കുന്നുണ്ട്. അവൻ പറയുന്നുണ്ട്, അവൻ തോട്ടക്കാരൻ എന്ന് നിരൂപിച്ചിട്ട്. അപ്പൊ അവൾക്ക് മനസ്സിലായത്, ആ സംസാരം കേട്ടിട്ടും മറിയയ്ക്ക് മനസ്സിലായില്ലല്ലേ? സാധാ സംസാരത്തിനും മനസ്സിലായില്ല. അവിടെ എന്താ പറയുന്നത്, തോട്ടക്കാരൻ എന്നാ നിരൂപിച്ചിട്ട് അവൾ പറയുക, യജമാനനെ നീ അവനെ എടുത്തുകൊണ്ട് പോയെങ്കിൽ അവനെ എവിടെ വെച്ചു എന്നൊന്ന് പറഞ്ഞു തരിക, അല്ലെ? നീ എടുത്തോണ്ട് പോയാണെങ്കിൽ അതിനെ എനിക്കൊന്ന് പറഞ്ഞതാ. അടുത്ത ഭാഗമാണ് വളരെ പ്രത്യാശയുള്ളൊരു വാക്യം. ഞാൻ അവനെ കൊണ്ട് പൊക്കൊള്ളാം എന്ന് അവനോട് പറയുക. മറിയെ കൊണ്ട് പറ്റുന്ന കാര്യമാണോ? ആ ഒരു ഡെഡ് ബോഡി എടുത്തോണ്ട് പോവാൻ മറിയെ കൊണ്ട് പറ്റുമോ? ഒരു പുരുഷന്റെ ശരീരം, അല്ലെ, ബലഹീന പാത്രമായ ആ മറ്റലക്കാരത്തി മറിയയ്ക്ക് ഒറ്റയ്ക്ക് എടുത്തോണ്ട് പോകാൻ പറ്റുമോ? പറ്റത്തില്ല. മാനുഷികമാകുന്ന രീതിയിൽ മറിയയ്ക്ക് ഒട്ടും പറ്റത്തില്ല. പക്ഷെ അവളുടെ പ്രത്യാശയാ, നീ ഒന്ന് കാണിച്ചു തന്നാ മതി, ഞാൻ തിരയുന്ന എന്റെ പ്രാണനാഥന്റെ ശരീരം നീ ഒന്ന് കാണിച്ചാ മതി, അത് ഞാൻ എടുത്തോണ്ട് പോക്കോളാം. അവക്കടെ ഒരു പറ്റത്തില്ല. എന്നാ പോലും എന്താ അവളുടെ പ്രത്യാശ നിറഞ്ഞ വാക്ക്, അല്ലെ? ആ വാക്കിനകത്ത് എന്താ യേശു കണ്ടോ? ആ ഒരു വിശ്വാസം, അവളുടെ ഒരു പ്രത്യാശ കണ്ടപ്പോ തന്നെ യേശു എന്താ തിരിച്ചു നിന്നെന്താ വിളിക്കുന്നു, മറിയേന്ന്. ഇതിനു മുമ്പ് സംസാരിച്ചപ്പോ മറിയ തിരിച്ചറിഞ്ഞോ അതെന്റെ കർത്താവാണെന്ന്? പക്ഷെ കർത്താവ് ഒരൊറ്റ വാക്കിൽ അവള് തിരിച്ചെന്ന മറിയേ എന്നുള്ള വിളി. കാരണം എന്താ? ഫെമിലിയർ, അല്ലെ? അവളെ വിളിക്കുന്ന വിളിയ, അല്ലെ? ആ വിളിക്കകത്തുണ്ട്. നമ്മളെ ഇന്ന് കർത്താവ് പറയുന്നത്, നിന്റെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുന്നമേ നിന്നെ ഞാൻ പേര് ചൊല്ലി വിളിച്ചത്, അല്ലെ? കർത്താവ് പറഞ്ഞില്ലേ, നിന്റെ ഉദരത്തില്, നിന്റെ അമ്മയുടെ ഉദരത്തിനകത്ത് ഒരു പിണ്ണാകാരമാകുന്നതിന് മുന്നമേ, നിന്റെ അമ്മയുടെ ഉദരത്തിനകത്ത് നീ ആയിരുന്നപ്പോഴാ അവര് തിരിച്ചറിഞ്ഞത് നിന്റെ അമ്മയുടെ ഉദരത്തിൽ, അല്ലെ, അവരുടെ ഉദരത്തിൽ ഒരു കുഞ്ഞുണ്ടെന്നല്ലേ. പക്ഷെ ഇന്ന് രാത്രികാലം കർത്താവ് ഇടപെടുക. ദൈവ പൈതലെ, നീ ഈ ലോകത്തിനകത്ത് ഒരു അമ്മയുടെ ഉദരത്തിനകത്ത് വരുന്നതിന് മുന്നമേ നിന്നെ പേർ ചൊല്ലി വിളിച്ചൊരു ദൈവം, നിന്നെ പേർ ചൊല്ലി വിളിച്ചൊരു ദൈവം. കർത്താവ് ഇന്ന് രാത്രികാലം പറയുക, നിന്നെ പേര് വിളിക്കുമ്പോഴല്ലേ, ആ പേര് മറിയെന്ന് വിളിച്ചപ്പോ കർത്താവിനെ അവൾ തിരിച്ചറിഞ്ഞിട്ട് പറയുക, റബ്ബിനി എന്ന് വിളിച്ചല്ലേ, അപ്പോഴാ തിരിച്ചറിഞ്ഞ് എന്റെ കർത്താവാണതെന്ന്, അല്ലെ? മറിയക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു. അവിടെ ആയിരിക്കുമ്പോൾ പ്രത്യാശയോടെ, പ്രതീക്ഷ കൈവിടാതെ മറിയ അവിടെ നിന്നപ്പോൾ
ഒരു ദൈവ പൈതലിന്റെ പ്രത്യാശ അവിടെ കാണിക്കുന്നത് അല്ലെ. ഒരുക്കമുള്ള ഒരു ദൈവ പൈതലിന്റെ, അതൊരു സ്ത്രീയോ പുരുഷനോ ആരോ ആയിക്കോട്ടെ, ഒരു പൈതലോ ആയിക്കോട്ടെ. ഇന്നിതിപ്പോ മറിയെ കുറിച്ച് പറയുന്നുണ്ടെങ്കിലും ഏതൊരു വ്യക്തിയായാലും, നമ്മൾ സ്ത്രീകൾ മാത്രമല്ല, നമ്മൾ അതുപോലെ തന്നെ ഏത് ജെൻഡറിലുള്ള ആൾക്കാരായിരുന്നാലും അല്ലെ, കർത്താവിന് വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരുന്ന് ആര് മറികടന്നു പോയാലും അവർക്ക് വേണ്ടി കാത്തിരിക്കുന്ന, എന്റെ അമരുമനാഥന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ദൈവ പൈതലുണ്ടെങ്കിൽ, എന്റെ വിഷയത്തിനകത്ത് ആരൊക്കെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയെന്ന് പറഞ്ഞാലും പ്രതീക്ഷ നഷ്ടപ്പെടാതെ, അല്ലേലു എന്നെ കൊണ്ട് കഴിയത്തില്ലെങ്കിലോ അത് ഞാൻ എടുക്കുന്നൊരു എഫേർട്ട് അല്ലെ. അവിടെ എന്താ, മറിയ എടുക്കുന്നൊരു എഫേർട്ടാ, ഒന്ന് കാണിച്ചു തന്നാ മതി, ഞാൻ എടുത്തുകൊണ്ട് പൊക്കോളാന്ന്. അവളെ കൊണ്ട് കഴിയത്തില്ല മാനുഷികമായ രീതിയിൽ, പക്ഷെ എന്നിട്ടും അവൾ ഒരു എഫേർട്ട് എടുക്കാൻ തയ്യാറായി. ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് ഇടപെടുക, ദൈവ പൈതലെ, നിങ്ങളൊരു എഫേർട്ട് എടുക്കാൻ തയ്യാറാണെങ്കിൽ, ഒരുപക്ഷെ നിങ്ങളെ കൊണ്ട് കഴിയത്തില്ല, മാനുഷികമായ വ്യക്തി ജീവിതങ്ങൾ നോക്കുമ്പോഴോ നിങ്ങളുടെ ബലഹീന ശരീരം കൊണ്ടോ നിങ്ങൾക്കുള്ള കഴിവ് കൊണ്ടോ പറ്റത്തില്ലായിരിക്കാം. നിന്റെ കഴിവിനെ മറികടന്ന് നിൽക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം, അതുകൊണ്ട് നിനക്കത് കഴിയോ. കർത്താവ് പറയുന്ന എഫേർട്ട് എടുക്കാൻ തയ്യാറാണെങ്കിൽ, അല്ലേ ലൂയ, നിന്റെ അല്ലെ പരിമിതികളെ ഒന്നും നോക്കാതെ ഒരു എഫേർട്ട് എടുക്കാൻ തയ്യാറാണെങ്കിൽ, നിന്നെ പേർ ചൊല്ലി വിളിക്കുന്ന ദൈവം നിന്നെ പേർ ചൊല്ലി വിളിക്കോ. നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരാൻ കർത്താവ് അനുവദിക്കത്തില്ല. അതിനകത്തെന്താ, അവൾ എന്ത് പ്രതീക്ഷിച്ചു പോയോ അവിടെ എന്താ അല്ലെ, ഫുൾ സ്റ്റോപ്പ് ഇടുമ്പോ നമുക്ക് ആ വചനത്തിനകത്ത് ഇതിനകത്തൊരു ഫിനിഷിങ് വരുമ്പോ നമുക്ക് കാണാൻ കഴിയുന്ന എന്താ, അവൾ എന്ത് പ്രതീക്ഷിച്ചു പോയോ പ്രത്യാശ കൈവിടാതെ പ്രിപ്പറേഷനോടെ പോകുമ്പോൾ കുറെ പേരുണ്ടായിരുന്നു അല്ലെ. അതിരാവിലെ പോകാൻ കുറെ പേരുണ്ടായിരുന്നു. അവിടെ കല്ലറ തുറന്നു കിടക്കുന്നത് കാണാനും അല്ലെ കല്ലു ആരുരുട്ടി മാറ്റുമെന്നും അതിന്റെ അത്ഭുതം കാണാനും കുറെ പേരുണ്ടായിരുന്നു അല്ലെ. ആരോ വല്ല വിടുതൽ ചെയ്തു, അത്ഭുതം കാണാനും കുറച്ചു പേരുണ്ടായിരുന്നു. അത്ഭുതവും കണ്ട് അല്ലെ, വിടുതലും കണ്ടു കഴിഞ്ഞപ്പം എന്താ, കൂടുള്ളവരെല്ലാം പോയി കഴിഞ്ഞിട്ടും പ്രത്യാശയോടെ പ്രതീക്ഷയോടെ നിന്ന ഒരു വ്യക്തി ജീവിതത്തിൽ നടന്ന പ്രതീക്ഷയുള്ള വിശ്വാസത്തിന്റെ വലിയൊരു പൂർത്തീകരണം അവിടെ കണ്ടത്. അവൾ ഒരു എഫേർട്ട് എടുക്കാൻ തയ്യാറായി, കാത്തിരിക്കാൻ തയ്യാറായി. എല്ലാവരും പോയിട്ട് മാറി പോകിട്ടില്ല. അവള് പ്രതീക്ഷയോടെ കാത്തിരുന്ന ആ ദൈവ പൈതലിന്റെ മുന്നിലേക്ക് പ്രത്യാശയോടെ അവിടെ വിഷയത്തിനുള്ള മറുപടി വെളിപ്പെട്ടു അല്ലെ. ഈ വചനത്തിനകത്ത് ദൈവ പൈതലെ, വചനത്തിനകത്ത് ആഴത്തിനകത്ത് നമ്മൾ ഇടപെടുന്നത് അല്ലെങ്കിൽ പ്രതീക്ഷയോടെ കൈവിടാതെ, പ്രത്യാശ കൈവിടരുത്. പല പ്രതികൂലങ്ങളും വരും, അതൊക്കെ മാറ്റിവെച്ചിട്ട് ഒരു എഫേർട്ട് എടുത്ത് നീ കർത്താവിന്റെ സന്നിധി നിൽക്കാൻ തയ്യാറാണെങ്കിൽ, നീ എന്തു പ്രതീക്ഷിച്ചു പോയോ, ഏത് വിഷയത്തിനകത്ത് പ്രാർത്ഥിച്ചോ, അത് നിനക്ക് കരത്തി പ്രാപിക്കാൻ കഴിയും. ദൈവമക്കളെ, ഈ വചനത്താൽ കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു